ഓം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധഃ അത് അഷ്ടാദശോധ്യായ. 18-ാമത്തെ അധ്യായത്തിൽ വൃന്ദാവനത്തിൻ്റെ പ്രകൃതി ഭംഗിയാണ് വർണ്ണിക്കുന്നത്. അതായത് ഗ്രീഷ്മകാലം ആയാൽ പോലും, ആ സമയത്ത് ഗ്രീഷ്മകാലമായിരുന്നു, ആ ഗ്രീഷ്മകാലത്ത് പോലും വസന്തകാലത്തെ പോലെയാണ് സർവ്വജനങ്ങൾക്കും തോന്നിച്ചിരുന്നത്. എങ്ങും പച്ചപ്പുല്ലുകൾ നിറഞ്ഞിരുന്നു. കൃഷ്ണൻ ബലരാമനോടും കൂട്ടുകാരോടും പശുക്കളോടും കൂടി ചേർന്ന് ഓടക്കുഴൽ ഊതിക്കൊണ്ട് വൃന്ദാവനത്തിലൂടെ സഞ്ചരിക്കുന്നു. അവർ പലതരത്തിലുള്ള കളികളിലും ഏർപ്പെടുന്നു. ഇതാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ട ഭാഗം. പിന്നെ അടുത്ത ക്ലാസ്സിൽ പ്രലംബാസുരവധം, അതും ഈ അധ്യായത്തിലുള്ളതാണ്. അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് 18-ാമത്തെ അധ്യായം നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 1. ശ്രീശുകൗവാച അഥ കൃഷ്ണ പരിവൃതോ ജ്ഞാതിഭിർമുദിതാത്മഭിഃ അനുഗീയമാനോ ന്യവിശത് വ്രജം ഗോകുലമണ്ഡിതം. അഥ കൃഷ്ണഃ പരിവൃതഃ ജ്ഞാതിഭിഃ മുദിതാത്മഭിഃ അനുഗീയമാനഃ ന്യവിശത് വ്രജം ഗോകുലമണ്ഡിതം. അഥ അനന്തരം മുദിതാത്മഭി സന്തോഷിച്ച മനസ്സോടുകൂടിയ ജ്ഞാതിഭിഹി ബന്ധുക്കളാൽ. ഏതിൻ്റെ അനന്തരം? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച എന്താണ്? കാളിയമർദ്ദനമാണ് പഠിച്ചത്. ഇത്രയും 2-3 അധ്യായം കൊണ്ട് കാളിയമർദ്ദനം. കഴിഞ്ഞ ക്ലാസ്സിൽ കാളിയനെ രമണ ദ്വീപിലേക്ക് അയച്ച കാര്യമാണ് പഠിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ദാവാഗ്നി, അതായത് കാട്ടുതീ പടർന്നപ്പോൾ ഭഗവാൻ അതിനെ പാനം ചെയ്തതും പഠിച്ചു. അതിനുശേഷം, അതാണ് അഥ അനന്തരം, കാളിയമർദ്ദനവും ദാവാഗ്നിപാനവും കഴിഞ്ഞ ശേഷം മുദാത്മഭിഹി സന്തോഷിച്ച മനസ്സോടുകൂടിയ ജ്ഞാതിഭിഹി ബന്ധുക്കളാൽ, ഗോപന്മാരാൽ പരിവൃത ചുറ്റപ്പെട്ടും അനുഗീയമാന അനുഗാനം ചെയ്യപ്പെട്ടുമിരിക്കുന്ന, അതായത് കൃഷ്ണന്റെ മഹിമകളും ആശ്ചര്യലീലകളും പാടിക്കൊണ്ടിരിക്കുന്ന കൃഷ്ണൻ ഗോകുലമണ്ഡിത പശു സമൂഹങ്ങളാൽ അലങ്കരിക്കപ്പെട്ട വ്രജത്തെ നവിശത് പ്രവേശിച്ചു. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. ആ കാളിയൻ്റെ കയ്യിൽ നിന്നും ഭഗവാന് ഒരു കുഴപ്പവും കൂടാതെ രക്ഷപ്പെടാൻ സാധിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് കാട്ടുതീ പടർന്നപ്പോൾ ഭഗവാനെ വിളിച്ചപ്പോൾ ഭഗവാൻ അതിനെ പാനം ചെയ്തു, അവരെ രക്ഷിച്ചു. അപ്പോൾ അവരെ ഏറെ സന്തോഷിച്ച് ഭഗവാന്റെ ആ അത്ഭുത ലീലകളൊക്കെ പാടിക്കൊണ്ട് എല്ലാവരും ചേർന്ന് ഗോകുലത്തിൽ പ്രവേശിച്ചു. അഥ കൃഷ്ണ പരിവൃതോ ജ്ഞാതിഭിമുദിതാത്മഭിഃ അനുഗീയമാനോ ന്യവിശത് വ്രജം ഗോകുലമണ്ഡിതം. ശ്ലോകം 2. വ്രജേ വിക്രീഡതോരേവം ഗോപാലച്ഛത്മമായയാ ഗ്രീഷ്മോ നാമ ഋതുർ ഭവാൻ അതിപ്രേയാ ശരീരിണാം. വ്രജേ വിക്രീഡിത ഏവം, അതാണ് വിക്രീഡിതോ ഏവം, വിക്രീഡിതോഹോ പ്ലസ് ഏവം, വിക്രീഡിതോരേവം, വിക്രീഡിതോ ഹോ പ്ലസ് ഏവം ഗോപാലച്ഛത്മമായയാ ഗ്രീഷ്മഃ നാമ ഋതു. ഗ്രീഷ്മ നാമ ഋതു, അതാണ് ഗ്രീഷ്മ നാമ ഋതുരഭ, അങ്ങനെ കിടക്കുന്നുണ്ടില്ലേ. അപ്പം ഗ്രീഷ്മഃ നാമ ഋതുഹു അഭവത് ന അതി പ്രേയാൻ ശരീരിണ, അതാണ് പ്രേയാൻ ശരീരിണ നടക്കുന്നത്. അപ്പോൾ നാമ ഋതു അഭവൻ
ന അതിപ്രേയാൻ ശരീരിണാം. ഗോപാലഛത്മമായ പശു പരിപാലനമെന്ന കളവോടുകൂടിയ ഇച്ഛാശക്തിയാൽ, ഇപ്പോൾ പശുപരിപാലനം എന്ന രീതിയിൽ ഗോപന്മാരോട് പോയി ഇവർ പല അസുരരെയും കൊന്നു വരികയാണ് അല്ലേ. അപ്പം അങ്ങനെ പശുപരിപാലനം എന്നുള്ളത് ശരിക്ക് ഇവരുടെ ജോലി, അതിനാണോ അവരവതരിച്ചിരിക്കുന്നത്? അല്ല, ദുഷ്ട നിഗ്രഹത്തിനാണ്. അപ്പം അതുകൊണ്ടാണ് അവിടെ പശുപാലനമെന്ന കളവോടുകൂടിയ ഇച്ഛാശക്തിയാൽ ഗോപാലഛത്മമായ അങ്ങനെയുള്ള രാമകൃഷ്ണന്മാർ ഇപ്രകാരം ബ്രജത്തിൽ വിക്രീഡിതോ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരീരിണാം ദേഹികൾക്ക് നാദിപ്രേയാൻ അധികം ഇഷ്ടമല്ലാത്തതായ ഗ്രീഷ്മഹ നാമ ഋതുഹു ഗ്രീഷ്മം എന്നു പേരായ കാലവിശേഷം വന്നു. ഭയങ്കര ചൂട്, വേനൽക്കാലം, ഗ്രീഷ്മകാലം. അപ്പോൾ അത് ആർക്കും ഇഷ്ടമല്ല, ഭയങ്കര ചൂടാണ്. അപ്പോൾ അങ്ങനെ പശുക്കളെയൊക്കെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ സമയമായി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഗ്രീഷ്മകാലം വന്നു. ഗ്രീഷ്മം അഭവത്. ഇപ്പം ശരീരങ്ങൾ ഇഷ്ടപ്പെടാത്ത, എന്നാൽ ജലക്രീഡയൊക്കെ ഗ്രീഷ്മകാലത്ത് ചെയ്താൽ സന്തോഷമാണ്. എങ്കിലും എല്ലാം വൃക്ഷങ്ങളൊക്കെ ഉണങ്ങിപ്പോകുന്ന സമയമാണ്. അതുകൊണ്ട് ആർക്കും ആ കാലത്തെ ഗ്രീഷ്മകാലത്തെ ഇഷ്ടമില്ല. ബ്രജേ വിക്രീഡിതോരേവം ഗോപാലഛത്മമായ ഗ്രീഷ്മോ നാമ ഋതുർ അഭവൻ നാദി പ്രേയാൻ ശരീരിണാം. ശ്ലോകം 3. സച വൃന്ദാവന ഗുണൈർ വസന്തൈവ ലക്ഷിതഃ യത്രാസ്തേ ഭഗവൻ സാക്ഷാത് രാമേണ സഹ കേശവഃ. സഹ ച വൃന്ദാവന ഗുണൈഃ വസന്ത ഇവ ലക്ഷിതഃ യത്ര ആസ്തേ ഭഗവൻ സാക്ഷാത് രാമേണ സഹ കേശവഃ. സഹ ച അതും വൃന്ദാവന ഗുണൈ വൃന്ദാവനത്തിലെ ഗുണങ്ങൾ കൊണ്ട് വസന്തഃ ഇവ വസന്തം പോലെ. അപ്പോൾ അത് ഗ്രീഷ്മമായിരുന്നെങ്കിൽ അതും വൃന്ദാവനത്തിലെ ഗുണങ്ങൾ കൊണ്ട്. വൃന്ദാവനത്തിലെ ഗുണം എങ്ങനെ വന്നു? രാമകൃഷ്ണന്മാരുടെ ആ സഞ്ചാരം മൂലം വൃന്ദാവനത്തിനും ഐശ്വര്യം, ഗോകുലത്തിനും കൃഷ്ണനും ഗോകുലത്തിലെത്തിയപ്പോൾ ഗോകുലത്തിനും ഐശ്വര്യം വർദ്ധിച്ചു എന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ വൃന്ദാവനത്തിലൂടെ നടക്കുമ്പോൾ വൃന്ദാവനത്തിനും ഐശ്വര്യമുണ്ടായി. അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ കൊണ്ട് വസന്തകായവ വസന്തം പോലെ രക്ഷിത കാണപ്പെട്ടു. അപ്പം ഗ്രീഷ്മകാലമെങ്കിലും വസന്തകാലം പോലെയാണ് അനുഭവപ്പെട്ടത്. എത്ര യാതൊന്നിൽ ഭഗവാൻ ഷഡ്ഗുണപരിപൂർണനായ കേശവ കൃഷ്ണൻ രാമേണ സഹ രാമനോടുകൂടി സാക്ഷാത് പ്രത്യക്ഷമായിട്ട് ആസ്തേ വസിക്കുന്നു. അതാണ് വൃന്ദാവനത്തിൽ ആ ഗ്രീഷ്മകാലം വന്നിട്ടും വസന്തകാലമായി തോന്നാൻ കാരണം എന്താണ്? വൃന്ദാവനത്തിൽ രാമകൃഷ്ണന്മാർ താമസിക്കുന്നു. അതുകൊണ്ടാണ്. സജ വൃന്ദാവന ഗുണൈർ വസന്തൈവ ലക്ഷിതഃ യത്രാസ്തേ ഭഗവാൻ സാക്ഷാത് രാമേണ സഹ കേശവഃ. യത്ര നിർഹ്രാദ നിവൃത്ത സ്വനച്ഛില്ലികം ശശ്വത്തത് ശീകരൈർ ജീഷു ദ്രുമമണ്ഡലമണ്ഡിതം. ശശ്വത് ശീകരൈർജീഷ ദ്രുമമണ്ഡലമണ്ഡിതം. എത്ര നിർച്ഛര നിർഹാദ നിവൃത്ത സ്വന ചില്ലികം ശശ്വത് തത്ശീകരൈർജീഷ ദ്രുമമണ്ഡല മണ്ഡിതം. എത്ര യാതൊന്നിൽ നിർഹാദ നിർച്ഛര ഗിരി നദികളുടെ ശബ്ദത്താൽ, അതായത് പർവ്വതത്തിൽ നിന്നും ഒഴുകുന്ന നദിയുടെ ശബ്ദത്താൽ നിർഹാദ നിവൃത്ത സ്വനചില്ലിക, അതായത് ചെറിയ ചെറിയ കീടങ്ങൾ, ചീവീടുകൾ കടന്ന് വിളിക്കും. ആ ശബ്ദത്തെ നദികളുടെ ഈ
വെള്ളം ഒഴുകുന്ന കളകള ശബ്ദം കൊണ്ട് മറയ്ക്കപ്പെട്ടു. അപ്പോൾ ആ ചീവീടുകളുടെ ആ ഘോരമായ ശബ്ദം കേൾക്കാൻ സാധിക്കില്ല. കാരണം എന്താണ്? അവിടെ നദികളുടെ ജലം, അതായത് പർവ്വതത്തിൽ നിന്നൊഴുകുന്ന നദികളുടെ ജലം കൊണ്ട് അതിനെ മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ശശ്വത് എപ്പോഴും തത് ശ്രീകരേ ജിഷദ്രുമ മണ്ഡല മണ്ഡിത. അവയുടെ ജലഗണങ്ങളാൽ, നദിയുടെ ജലഗണങ്ങളാൽ സ്നിഗ്ധമായ വൃക്ഷങ്ങളുടെ സമൂഹം, ദ്രുമ മണ്ഡല വൃക്ഷങ്ങളുടെ സമൂഹത്താൽ അലങ്കരിക്കപ്പെട്ടിരുന്നു. അപ്പോൾ എപ്പോഴും നദീജലം ഉള്ളതുകൊണ്ട് നല്ല വൃക്ഷങ്ങളെല്ലാം വസന്തകാലം പോലെ തന്നെ ആർന്ന് പുഷ്പഫലത്തോടുകൂടി കാണപ്പെട്ടു. വസന്തകാലം പോലെ തന്നെ കാണപ്പെട്ടു. അപ്പോൾ വസന്തകാലത്തെ ആ സാമ്യത ഇനിയുള്ള 5 ശ്ലോകങ്ങൾ കൊണ്ട് പറയുകയാണ്. എത്ര നിർച്ഛര നിർഘാത നിവൃത്തസ്വന ചില്ലികം ശശ്വത്ത ശീകരൈർജീഷ ദ്രുമമണ്ഡല മണ്ഡിതം. ശ്ലോകം 5. സരിസര പ്രസ്രവണോർമി വായുന കൽഹാര കഞ്ചോൽപല രേണുഹാരിണ ന വിദ്യതേ യത്ര വനൗകസാം ദവോ നിദാഖവന്യർക്ക ഭവോദിശാദ്വലേ. സരിത് സരഹ പ്രസ്രവണ ഊർമി വായുന പ്രസ്രവണോർമി വായുന. അപ്പൊ പ്രസ്രവണ ഊർമി വായുന കൽഹാര കഞ്ച ഉത്പല രേണുഹാരിണ ന വിദ്യതേ യത്ര വനൗകസാം ദവഃ നിർഘാത നിദാഖ വഗ്നി അർക്ക ഭവഃ അതിശാദ്വലേ. സരിത്സര പ്രസ്രവണ ഊർമി വായുന. സരിത്സര എന്ന് വെച്ചാൽ സരസ്സുകൾ, നദികൾ, സരസ്സുകൾ. സരിത്ത് നദികൾ, സരസ്സുകൾ, ചെറിയ ഉപനദികൾ അല്ലെങ്കിൽ തോടുകൾ. പ്രസ്രവണോ ഊർമി വായുന, ഗിരിപ്രവാഹങ്ങൾ ഇവയുടെ തിരമാലകളെ സംബന്ധിച്ച് അപ്പോൾ ഗിരിയിൽ നിന്നും പർവ്വതത്തിൽ നിന്ന് ഇങ്ങനെ നദികൾ ഒഴുകുമ്പോൾ അതിൽ പിന്നെ എന്തെന്ന് തിരമാലകൾ, അതും പിന്നെ കൽഹാരം പൂവാണ്, കഞ്ച താമരയാണ്, ഉത്പല എന്ന് പറഞ്ഞാൽ ആമ്പലാണ്. അവയുടെ രേണുഹാരിണ പൂക്കളുടെ പൊടികളെ പറത്തിക്കൊണ്ട് വീശുന്ന കാറ്റിനാൽ, അതാണ് രേണുഹാരിണ. അതിശാദ്വലെ അധികം പച്ചപ്പുല്ലുള്ള എത്ര യാതൊന്നിൽ നിദാഖവന്യർക്ക ഭവഃ ഉഷ്ണകാലത്തിൽ തീയിൽ നിന്നും സൂര്യനിൽ നിന്നും ഉണ്ടാകുന്ന ദവഹ കാട്ടുതീയ് ഭയങ്കര ചൂടായിരിക്കുമ്പോൾ താനെ തന്നെ മരങ്ങളിൽ നിന്നും തീയുണ്ടാകും. വനൗകസം, അതായത് കൊമ്പുകൾ തമ്മിൽ ചെറുതായിട്ട് ഉരസിയാൽ മതി, നല്ല ചൂടത്ത് അങ്ങനെയാണ് കാട്ടുതീ ഉണ്ടാകുന്നത്. വനൗകസം, വനത്തിൽ വസിക്കുന്ന പ്രാണികൾക്ക് നവിദ്യതേ ഭവിക്കുന്നില്ല. അപ്പോൾ ഭയങ്കര ഗ്രീഷ്മകാലമാണ്, ഭയങ്കര സൂര്യൻ്റെ ചൂടാണ്. പക്ഷെ ഇവിടെയാണെങ്കിലോ കാട്ടുതീയ് ഇവിടെയൊന്നും ഉണ്ടാകുന്നില്ല. കാരണം വസന്തകാലം പോലെ തന്നെയാണ്. വൃക്ഷങ്ങൾ തളർത്ത് നിൽക്കുകയാണ്. തളർത്ത് നിൽക്കുമ്പോഴാണെങ്കിലോ മറ്റത് ഉണങ്ങി നിൽക്കുമ്പോഴാണ് ഉരസുമ്പോൾ പെട്ടെന്ന് തീ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ വൃക്ഷങ്ങൾ നിരന്ന് നിൽക്കുന്നതുകൊണ്ട് സൂര്യൻ്റെ ചൂട് അധികം പ്രവേശിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കാട്ടുതീയും ഉണ്ടാകുന്നില്ല. സരിത്സര പ്രസ്രവണോർമി വായുന കൽഹാര കഞ്ചോത്പല രേണുഹാരിണ ന വിദ്യതേ യത്ര വനൗകസാം ദവോ നിദാഖവന്യർക്ക ഭവോദിശാദ്വലേ. ശ്ലോകം 6. അഗാധതോയ ഹൃദിനീ തടോർമിഫിർ ദ്രവത്പുരീഷാ പുളിനൈ സമന്തത നയത്ര ചണ്ഡാംശുകര വിഷോൽബണ ഭുഗോരസംശാദ്വലിതം ച ഗൃണ്ണതേ. അഗാധതോയ
ഹൃദിനി തടോർമിഭിഹി ദ്രവത് പൂരീഷ്യാഃ പുളിനൈഃ സമന്തതഃ ന യത്ര ചണ്ഡാംശുകരാഃ വിഷ ഉൽബണാഃ ഭുവഃ രസം ശാദ്വലിതം ച ഗൃണ്ണതേ. അഗാധ തോയ ഹൃദിനി തടോർമിഫിർ. അഗാധമായ ആഴത്തിലുള്ള വെള്ളം നിൽക്കുന്ന വലിയ കുഴികളുള്ള ആ നദി, അതിൻ്റെ കരകളിൽ അടിക്കുന്ന തിരമാലകളാൽ. ഇപ്പോൾ വലിയ നദികൾ നല്ല ആഴമുണ്ട്. അങ്ങനെയുള്ള നദികളിൽ നിന്നും തിരമാലകൾ കരയിലോട്ട് അടിക്കുന്നു. മണൽത്തിട്ടകൾ, പുളിനൈ. അപ്പോൾ അവിടെ മണൽത്തിട്ടകളുണ്ട്. അത് 4 ഭാഗത്തും ദ്രവത്പുരീഷ്യ, ദ്രവിക്കുന്ന ചെളിയോട് കൂടിയത്. അതായത് ഈ ആഴമുള്ള കയത്തിൽ നിന്നും എപ്പോഴും അടിച്ചുകൊണ്ടിരിക്കുന്ന തിരമാലകൾ നിമിത്തം അതിലെ മണൽത്തരികൾ എന്ത് ചെയ്യും? മണൽത്തിട്ടകൾ ഇടിഞ്ഞിടിഞ്ഞു വീഴും. ഇടിഞ്ഞ് 4 ഭാഗത്ത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ജലത്തിൽ കൂടി ദ്രവിച്ചു കൊണ്ടിരിക്കുന്ന ചളി കെട്ടിക്കിടക്കുന്ന. അപ്പോൾ അങ്ങനെ ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് അതിൻ്റെ കരയൊക്കെ ചെളിയാകും. അങ്ങനെയുള്ള ഭൂമിയുടെ രസത്തെയും ശാദ്വലാവസ്ഥയും, അതായത് പച്ചപ്പുല്ലൊക്കെ ഉള്ള അവസ്ഥയും, വിഷോൽബണ, വിഷം പോലെ കഠിനമായ ചണ്ഡാംശുകരഹ, സൂര്യകിരണങ്ങൾ എത്ര യാതൊന്നിൽ ന ഗൃണ്ണതേ, പ്രവേശിക്കുന്നില്ല. അപ്പോൾ പച്ചപ്പുല്ലുകളും പിന്നെ വൃക്ഷങ്ങളൊക്കെ പൂത്തുലഞ്ഞൊക്കെ നിൽക്കുന്നത് കൊണ്ട് സൂര്യപ്രകാശം, ഗ്രീഷ്മകാലമാണെങ്കിലും സൂര്യപ്രകാശം അകത്തോട്ട് വരുന്നില്ല. അഗാധതോയ ഹൃദിനി തടോർമിഭിർ ദ്രവത്പുരീഷ പുളിനൈ സമന്തത നയത്ര ചണ്ഡാംശുകര വിഷോൽബണ ഭുവോരസം ശാദ്വലിതം ച ഗൃണ്ണതേ. ശ്ലോകം 7. വനം കുസുമിതം ശ്രീമൻ നദചിത്രമൃഗദ്വിജം ഗായൻ മയൂരഭ്രമരം കൂജത് കോകിലസാരസം. ഇനി വനത്തിലാണെങ്കിലോ കുസുമിതം, പുഷ്പിച്ച വൃക്ഷങ്ങളുണ്ട്. ശ്രീമത് നദ ചിത്ര മൃഗദ്വിജം, ശ്രീമത് ശോഭയുള്ളതും, നദചിത്ര മൃഗദ്വിജം, നദ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന ബഹുവിധം മൃഗദ്വിജ, മൃഗങ്ങളും അതുപോലെ പക്ഷികളോട് കൂടിയതും, ഗായൻ മയൂരഭ്രമം, പാടിക്കൊണ്ടിരിക്കുന്ന മയൂരം, മയിലുകളോടും ഭ്രമം, വണ്ടുകളോട് കൂടിയതും, കൂജത് കോകില സാരസം, കൂജനം ചെയ്യുന്ന ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന കുയിലുകളോടും സാരസങ്ങളോടുകൂടി ഇരിക്കുന്ന ആ കാട്, സാരസപക്ഷികൾ. അപ്പോൾ അങ്ങനെ എല്ലായിടത്തും വൃക്ഷങ്ങൾ പൂത്തുലഞ്ഞു നിൽക്കുന്നതുകൊണ്ട് പക്ഷികൾ അതുപോലെ തന്നെ വണ്ടുകളെ എല്ലാം ചുറ്റും പാടിക്കൊണ്ട് നടക്കുകയാണ്. ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന ബഹുവിധ മൃഗപക്ഷികളോട് കൂടിയ ആ വൃന്ദാവനം വളരെയധികം ശോഭിച്ചിരുന്നു. വനം കുസുമിതം ശ്രീമദ് നദചിത്രം മൃഗദ്വിജം ഗായൻ മയൂരഭ്രമരം കൂജത് കോകിലസാരസം. ശ്ലോകം 8. ക്രീഡിഷ്യമാണസ്തത്കൃഷ്ണോ ഭഗവാൻ ബലസംയുതഃ വേണും വിരണയൻ ഗോപൈർ ഗോധനൈ സമൃദ്ധോ വിശത്. ക്രീഡിഷ്യമാണഃ തത് കൃഷ്ണഃ ഭഗവാൻ ബലസംയുതഃ വേണും വിരണയൻ ഗോപൈഃ ഗോധനൈഃ സമൃദ്ധഃ അവിശത്. ബലസംയുത, ബലരാമനോട് ചേർന്ന ഭഗവാൻ കൃഷ്ണൻ ഗോപൈഹി, ഗോപന്മാരാലും, ഗോധനൈഹി, ഗോധനങ്ങളാലും പശുക്കളാലും സമൃദ്ധ, ചുറ്റപ്പെട്ടവനായി, വേണുവിനെ, ഓടക്കുഴലിനെ, വിരണയൻ വിശേഷമായി ശബ്ദിപ്പിച്ചുകൊണ്ട് അതിൽ ക്രീഡിഷ്യമാണ്, കളിക്കാൻ ഇച്ഛിക്കുന്നവനായി അവിശത് പ്രവേശിച്ചു. അപ്പോൾ കൃഷ്ണൻ വനത്തിൽ കളിക്കാൻ ഇച്ഛയോടെ ബലരാമനും ഗോപന്മാരോടും ഗോക്കളോടും ചേർന്ന് വേണുവിനെ അത്യുച്ചത്തിൽ
ശബ്ദിച്ചുകൊണ്ട് വൃന്ദാവനത്തെ പ്രവേശിച്ചു. ക്രീഡിഷ്യമാണസ്തത്കൃഷ്ണോ ഭഗവാൻ ബല സംയുതഃ വേണും വിരണയൻ ഗോപൈർ ഗോധനൈ സംവൃതാവിശത്. ശ്ലോകം 9. പ്രവാളബർഹസ്തവകൃതഭൂഷണാഃ രാമകൃഷ്ണാദയോ ഗോപ നനുദുർ യുയുധുർജഗുഃ. പ്രവാള ബർഹ സ്തവക ഷഗ് ധാതു കൃതഭൂഷണ രാമകൃഷ്ണാദയോ ഗോപ നനുർദുർ യുയുധുർജഗുഃ. അപ്പോൾ മനോഹരമായ വൃന്ദാവനത്തിൽ പ്രവേശിച്ച അവർ അവിടെ കിട്ടുന്ന ഇളം തളിര്, മൈപ്പീലി, പൂങ്കൊത്ത്, പുഷ്പങ്ങൾ, പിന്നെ ധാതുക്കൾ ഇതെല്ലാം കൊണ്ട് ദേഹങ്ങൾ അലങ്കരിച്ചു. അതാണ് പ്രവാള ഇളം തളിര്, ബർഹ മൈപ്പീലി, സ്തബക പൂങ്കൊത്ത്, ഷഗ് മാല പുഷ്പമാല, ധാതുക്കള്, കൃതഭൂഷണ ഇവയാൽ അലങ്കരിക്കപ്പെട്ട് രാമകൃഷ്ണാദ രാമനും കൃഷ്ണനും ഗോപാഹ ഗോപന്മാർ നനുർദു നർത്തനം ചെയ്തു. അപ്പോൾ അവർക്ക് അവിടെയുള്ള ആ പുഷ്പങ്ങളും പൂങ്കത്തുകളൊക്കെ അലങ്കരിച്ച് അവർ സന്തോഷത്തോടുകൂടി നർത്തനം ചെയ്തു. പിന്നെ യുയുധു അന്യോന്യ യുദ്ധം ചെയ്തു. അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടിയൊക്കെ കൂടും. എന്നിട്ട് ജഗുഹു പല വിധത്തിൽ അവർ പാടി കളിച്ചു. അവർക്ക് വളരെ സന്തോഷമാണ്. വൃന്ദാവനം ഗ്രീഷ്മകാലമെങ്കിലും വസന്തകാലം പോലെ കാണപ്പെട്ടു. അവർ വളരെ സന്തോഷത്തോടുകൂടി പല കളികളിലും ഏർപ്പെട്ടു. പ്രഭാളബർഹസ്തവകൃതഭൂഷണാഃ രാമകൃഷ്ണാദയോ ഗോപ നനുദുർയുധുർജഗു. ശ്ലോകം 10. കൃഷ്ണസ്യ നൃത്യത കേചിത് ജഗുകേചിതവാദയൻ വേണുപാണിതലൈ ശൃംഗൈ പ്രശംസുർ അഥാപരേ. കൃഷ്ണസ്യ നൃത്യതഃ കേചിത് ജഗുഹു കേചിത് അവാദയൻ വേണുപാണിതലൈഃ ശൃംഗൈഃ പ്രശംസുഹു അഥാപരേ. നൃത്യതഃ നൃത്തം ചെയ്യുന്ന കൃഷ്ണന് കേജിത് ചിലർ ജഗു പാടി. കൃഷ്ണൻ നൃത്തം ചെയ്തപ്പോൾ ചിലർ പാടി. കേജിത് വേറെ ചിലരോ വേണുപാണിതലൈ കുഴൽ കൊണ്ടും കൈകൾ കൊണ്ടും ശൃംഗൈഹി കൊമ്പുകൾ കൊണ്ടും അപാദയൻ വാദ്യം പ്രയോഗിച്ചു. അപ്പോൾ അവരുടെ കയ്യിലിരിക്കുന്ന വേണുകൊണ്ടോ അല്ലെങ്കിൽ കൊമ്പുകളൊക്കെ കൊണ്ടോ അവരെന്ത് ചെയ്തു? ശബ്ദം പുറപ്പെടുവിച്ചു. അഥാപരെ മറ്റുള്ളവരാണെങ്കിലോ പ്രശംസിച്ചു. കുറേ പേര് ഡാൻസ്, കൃഷ്ണന് മറ്റു ചിലവർ ഡാൻസ് ചെയ്തു. കുറേ പേര് ഓടക്കുഴൽ പിന്നെ കൊമ്പുകളെല്ലാം വാദ്യം പ്രയോഗിച്ചു. ഇത് കണ്ടുകൊണ്ട് നർത്തനത്തെക്കുറിച്ച് സ്തുതിച്ച് ചിലർ സംസാരിക്കാൻ തുടങ്ങി. കൃഷ്ണന്റെ നൃത്തം കൊള്ളാം, ഡാൻസ് കൊള്ളാം, നന്നായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തി തുടങ്ങി. കൃഷ്ണസ്യ നൃത്യത കേജിത് ജഗുകേജിതവാദയൻ വേണുപാണിതലൈ ശൃംഗൈ പ്രശംസുർ അഥാപരേ. ശ്ലോകം 11. ഗോപജാതി പ്രതിച്ഛന്നൗ ദേവാ ഗോപാലരൂപിണഃ ഈടിരേ കൃഷ്ണരാമൗ ച നടായിവ നടം നൃപാം. ഗോപജാതി പ്രതിച്ഛന്നൗ ദേവാ ഗോപാലരൂപിണഃ ഈടിരേ കൃഷ്ണരാമൗ ച നടായിവ നടം നൃപ. നൃപ അല്ലയോ രാജാവേ, ഗോപാലരൂപിണഃ ഗോപാലവേഷം ധരിച്ച ദേവാഹ ദേവന്മാർ. നേരത്തെ പറഞ്ഞല്ലോ, ഗോപന്മാർ കൃഷ്ണനെ സഹായിക്കാൻ ഗോകുലത്തിലെത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ദേവന്മാരൊക്കെ ഗോപന്മാരായിട്ട് വന്നിരിക്കുകയാണ്. ആ ഗോപ സ്വരൂപത്തെ ആച്ഛാദനം ചെയ്ത കൃഷ്ണരാമവും കൃഷ്ണനെയും രാമനെയും നടാഹ വേഷക്കാർ നടമിവ വേഷക്കാരനെ എന്ന പോലെ ഈടിരെ സ്തുതിച്ചു. അപ്പോൾ ഒരു നടൻ, അതായത് ഒരു നാടകമൊക്കെ അല്ലെങ്കിൽ സിനിമയിലൊക്കെ നടൻ കളിക്കുമല്ലോ, അപ്പോൾ അതുപോലെ ഭഗവാൻ ഒരു നടൻ്റെ വേഷമാണ് ഇവിടെ, ഒരു വേഷക്കാരൻ. അവർ വേഷക്കാരനെ എന്ന പോലെ സ്തുതിച്ചു. അതിലുള്ള ഇവരും എല്ലാം വേഷക്കാർ തന്നെ, എല്ലാം ദേവന്മാർ തന്നെയാണ്. അപ്പോൾ അത് ഒരു വേഷക്കാരനെ, അതായത് ആ കൃഷ്ണനെ
സ്തുതിക്കുകയാണ്. അപ്പം മഹാവിഷ്ണു സ്വന്തം രൂപത്തെ ഗോപജാതി കൊണ്ട് മറച്ച് ഗോകുലത്തിൽ ഗോപവേഷം ധരിച്ച് അവതരിച്ചപ്പോൾ ഗോപാലന്മാരായി ഭഗവാനെ സർവദാ സേവിക്കാൻ അവതരിച്ചതാണ് ദേവന്മാർ. അപ്പോൾ രാമകൃഷ്ണന്മാരെ അവര് കളിക്കാർ മറ്റൊരു കളിക്കാരൻ്റെ കളിയെപ്പറ്റി പ്രശംസിക്കുന്ന വിധം പ്രശംസിച്ചു. ഗോപജാതി പ്രതിച്ഛന്നൗ ദേവാഗോപാല രൂപിണഃ ഈടിരേ കൃഷ്ണരാമൗച നടായിവ നടം നിർവ. ശ്ലോകം 12. ബ്രാഹ്മണൈർ ലംഘനൈക്ഷേപൈർ ആസ്ഫോടന വികർഷണൈഃ ചിക്രീഡിതുർനിയുദ്ധേന കാകപക്ഷതരൗ കുചേത്. ബ്രാഹ്മണൈർ ലംഘനൈ ക്ഷേപൈർ ആസ്ഫോടന വികർഷണൈഃ വിക്രീഡിതുഃ നിയുക്തേന കാകപക്ഷതരൗ കുചിത്. കുചിത് ഒരിക്കൽ കാകപക്ഷതരൗ കാതുവരെ തൂങ്ങിക്കിടക്കുന്ന തലമുടികളെ ധരിച്ചിരിക്കുന്നവർ. കൃഷ്ണരാമന്മാരുടെ മുടിയെല്ലാം ചുരുണ്ട് കാതുവരെ കിടക്കും. അങ്ങനെയുള്ളവർ ബ്രാഹ്മണை വട്ടം തിരിക്കുക, ലംഘനെ പല കളികൾ അവർ കളിക്കുന്ന കളികളാണ് ബ്രാഹ്മണை. അതായത് അന്യോന്യം കോർത്തു പിടിച്ച് വട്ടത്തിൽ കറങ്ങും, അങ്ങനെയുള്ള കളികൾ. പിന്നെ ലംഘനൈ ചാടുക, വരമ്പുകളും കുഴികളും ഒക്കെ വരുമ്പോൾ ചാടിക്കിടക്കും. പിന്നെ ക്ഷേപൈഹി അങ്ങനെ ചാടിക്കിടക്കും. പിന്നെ എന്ത് ചെയ്യുക, അന്യോന്യം മറിച്ചിടും. ക്ഷേപ മറിച്ചിടുക. ആസ്ഫോടന വികർഷണൈഹി ആസ്ഫോടക കൈയടിക്കുക, വികർഷണൈ വലിക്കുക തുടങ്ങിയ. അതായത് ജയിച്ചവർ കൈകൊണ്ട് ബാഹുതലത്തിൽ അടിക്കും, ശബ്ദം ഉണ്ടാക്കും. ഇങ്ങനെ അടിച്ചടിച്ച് ശബ്ദം ഉണ്ടാക്കും. ബാഹുമൂലത്തിൽ കൈയുടെ ഈ തോളിൻ്റെ അറ്റത്ത് അവരിങ്ങനെ കൈ കൊണ്ട് അടിച്ച് ശബ്ദം ഉണ്ടാക്കും. ശക്തി പരീക്ഷിക്കാനായി അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിക്കും. അതാണ് പിടിച്ചു വലിക്കുക, ചാടുക, പിടിച്ചു വലിക്കുക. ആസ്ഫോടന വികർഷണ കൈയടിക്കുക, വലിക്കുക എന്നീ തരത്തിലുള്ള നിയുക്തേന ബാഹുയുദ്ധം കൊണ്ട് ചിക്രീഡിത കളിച്ചു. ബ്രാഹ്മണൈർ ലംഘനൈർ ക്ഷേപൈർ ആസ്ഫോടന വികർഷണൈഃ ചിക്രീഡിതുർ നിയുക്തേന കാകപക്ഷതരൗ കുചേത്. ശ്ലോകം 13. ക്വചിത് നൃത്യത്സു ചാന്യേഷു ഗായകൗ വാദകൗ സ്വയം ശശംസതുർ മഹാരാജ സാധു സാധു ഇതി വാദിനൗ. ക്വചിത് നൃത്യത്സു ച അന്യേഷു ഗായകൗ വാദകൗ സ്വയം ശശംസതുഃ മഹാരാജ സാധു സാധു ഇതി വാദിനൗ. ക്വചിത് ചിലപ്പോൾ അന്യേഷു അന്യർ നൃത്യത്സു ഡാൻസ് കളിക്കുമ്പോൾ നൃത്തം ചെയ്യുമ്പോൾ സ്വയം തങ്ങൾ ഗായകോ പാട്ടുപാടും, വാദകോ വാദ്യക്കാരുമായിട്ട് സാധു നല്ലത് നല്ലത് എന്നിങ്ങനെ വാദിനോ പറയുന്നവരായിട്ട് മഹാരാജ ഹേ മഹാരാജൻ ശശംസതു പ്രശംസിച്ചു. അപ്പോൾ അങ്ങനെ ഗോപന്മാർ ഡാൻസ് ചെയ്യുമ്പോൾ രാമകൃഷ്ണന്മാരെന്ത് ചെയ്യും, അവരുടെ കളിക്ക് അനുസരിച്ച് പാടുകയും കൊട്ടുകയും ഒക്കെ ചെയ്യും. അവരുടെ കളി വളരെ നല്ലത് വളരെ നല്ലത് എന്ന് പറഞ്ഞ് അവരെ ഉത്സാഹത്തോടെ പ്രോത്സാഹിപ്പിക്കും, കളിപ്പിക്കും. ക്വചിത് നൃത്യത്സു ചാന്യേഷു ഗായകൗ വാദകൗ സ്വം ശശംസതുർ മഹാരാജ സാധു സാധു ഇതി വാദിനൗ. ശ്ലോകം 14. ക്വചിത് വില്വൈ ക്വചിത് കുംഭൈ ക്വചാമല അമലകമുഷ്ടിഭിഃ അസ്പൃശ്യ നേത്രബന്ധാദ്യൈ ക്വചിത് മൃഗഖഗൈഃ. ക്വചിത് വില്വൈഃ ക്വചിത് കുംഭൈഃ ക്വ ച അമലക മുഷ്ടിഭിഃ അസ്പൃശ്യ നേത്ര ബന്ധാദ്യൈഃ ക്വചിത് മൃഗഖഗ ഈഹയ. ക്വചിത് ചിലപ്പോൾ എന്ത് ചെയ്യും, വില്വൈഹി കൂവള ഫലങ്ങൾ കൊണ്ടും, ക്വചിത് ചിലപ്പോൾ കുംഭൈഹി ഗുൽഗുല ഫലങ്ങളെ കൊണ്ടും, ക്വച ചിലപ്പോൾ ആമലക മുഷ്ടിഭിഃ നെല്ലിക്ക വാരി പിടിച്ചിട്ടും, അസ്പൃശ്യ നേത്രബാന്ധൈ
തൊടാതെ കഴിക്കുക, കണ്ണുകെട്ടി തൊടുക എന്നിങ്ങനെയുള്ള കൈകൾ കൊണ്ടും ക്വചിത് ചിലപ്പോൾ മൃഗഖഗേഹയ മൃഗങ്ങളുടെയും പക്ഷികളുടെയും പ്രവൃത്തി കൊണ്ടും കളിച്ചു. അപ്പോൾ ഒന്നുകൂടെ അത് വായിക്കാം. ക്വചിത് വില്ലൈ ക്വചിത് കുംഭൈ ക്വചിത് ചാമല ദൃഷ്ടിഭിഹി അപൃശ്യനെ ബന്ധസാസ്താനെ ക്വചിത് മൃഗ ഖഗേഹയ. ശ്ലോകം 15. ക്വചിത് ദർദുർപ്ലാവൈർ വിവിധൈർ ഉപാഹാസകൈഃ കഥാചിത് സ്പന്ദോളികയാ കർഹിചിത് നൃപചേഷ്ടയാ ക്വചിത് ച ദുർധര പ്ലാവൈഃ. ശ്ലോകം 14. ക്വചിത് വില്യൈ അപ്പം ചിലപ്പോഴാ കൂവളത്തിൻ്റെ ഫലങ്ങൾ കൊണ്ടും പിന്നെ അതുപോലെ തന്നെ ഗുൽഗുലു ഫലങ്ങളെ കൊണ്ട് എറിഞ്ഞു കളിക്കും. കുംഭൈഹി എന്ന് പറഞ്ഞാൽ ഗുൽഗുലത്തിൻ്റെ ഫലങ്ങളാണ് കൊണ്ട് എറിഞ്ഞു കളിക്കും. ചിലപ്പോൾ അമലക എന്ന് വെച്ചാൽ നെല്ലിക്ക കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാരി കയ്യിലിട്ട് എറിയും. എന്നിട്ട് അതിനെ പിടിച്ച് വാ കാണിച്ചു കൊടുക്കും. അപ്പം വായിക്കകത്ത് വീഴും. അപ്പോൾ ക്വചിത് കുംഭൈ ഗുൽഗുല ഫലങ്ങൾ കൊണ്ടും ചിലപ്പോൾ ആമലക മുഷ്ടിഭി നെല്ലിക്ക വാരി എറിഞ്ഞ് പിടിച്ച് അസ്പൃശ നേത്ര ബന്ധാദ്യൈ തൊടാതെ കഴിക്കും. അതുകൊണ്ട് കൈ കൊണ്ട് തൊടാതെ വാരി എറിഞ്ഞിട്ട് വാ കാണിച്ചു കൊടുക്കും. അപ്പോൾ തൊടാതെ കഴിക്കും. പിന്നെ കണ്ണുകെട്ടി തൊടുക എന്നിങ്ങനെയുള്ള പല കളികൾ. അസ്പൃശ നേത്രബന്ധാത്തെ അസ്പൃശ നേത്രം എന്ന് പറഞ്ഞാൽ കണ്ണുകെട്ടി. അപ്പോൾ കണ്ണുകെട്ടി ഒരാൾ കണ്ണുകെട്ടി കൊടുക്കും. കണ്ണുകെട്ടിയിട്ട് മറ്റുള്ളവരെ തൊടണം. അങ്ങനെയുള്ള തൊട്ട് കളിക്കാനും ക്വചിത് ചിലപ്പോൾ മൃഗഖഗ ഈഹയ മൃഗങ്ങളുടെയും പക്ഷികളുടെയും പ്രവൃത്തികൾ, അതായത് മൃഗങ്ങളെയും പക്ഷികളെ അനുകരിച്ചും ചിലപ്പോൾ കളിക്കും. അവയെ പോലെ ചാടുകയും അവയെ പോലെ പിന്നെ ശബ്ദം ഉണ്ടാക്കുകയും അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ രാമകൃഷ്ണന്മാർ അങ്ങനെ പല രസകരമായ കളികളിൽ ഏർപ്പെട്ടു. രണ്ടുപേരുടെയും കണ്ണുകൾ മുറുകെ കെട്ടി വിട്ടിട്ട് അവർ കെട്ടഴിച്ച് വന്ന് തങ്ങളെ തൊടുന്നവൻ ജയിച്ചു. മറ്റേവൻ തോറ്റു. അപ്പോൾ കണ്ണ് കെട്ടി ഒരാൾ വിടും. അപ്പോൾ കണ്ണ് കെട്ടിയിരിക്കുന്നവൻ ചെന്ന് അവരെ തൊടണം. കൃഷ്ണന്റെ ശരീരത്തിൽ തൊടുന്നവർ, കൃഷ്ണനാണ് കെട്ടിവിട്ടു കൊടുക്കുന്നത്, കൃഷ്ണന്റെ ശരീരത്തിൽ തൊടുന്നവർ ജയിക്കും, അല്ലാത്തവർ തോൽക്കും. അപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു തത്വം പറയുന്നത് എന്തെന്ന് വെച്ചാൽ, കൃഷ്ണൻ കെട്ടിയ മായാബന്ധം അഴിച്ച് ആർക്ക് കൺമുമ്പിൽ കൃഷ്ണ സമീപത്തിൽ ചെല്ലാൻ സാധിക്കുമോ അവർ ഈ സംസാര സമുദ്രത്തിൽ നിന്നും കയറി രക്ഷപ്പെടുമെന്നാണ്. അപ്പോൾ കൃഷ്ണനാണ് കെട്ടണത്, അല്ലേ? എല്ലാവരിലും ആത്മാവായിരിക്കുന്ന ആ ഭഗവാൻ കൃഷ്ണനാണ് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ കൃഷ്ണൻ കെട്ടിയ ആ മായാബന്ധനത്തെ അഴിച്ച് കൃഷ്ണന്റെ സമീപം എത്താൻ കഴിയുന്നവർക്ക് സംസാര സമുദ്രത്തിൽ നിന്ന് കരകയറാൻ സാധിക്കും, അല്ലാത്തവർ അതിൽ കിടന്ന് നരകിക്കും എന്നിങ്ങനെയുള്ള തത്വങ്ങൾ ബാലലീലകൾ കൊണ്ട് ഭഗവാൻ വെളിപ്പെടുത്തി. ക്വചിത് വില്ലൈ ക്വചിത് കുംഭൈ ക്വചിത് ചാമല മുഷ്ടിഭിഹി അസ്പൃശ്യ നേത്ര ബന്ധാദ്യൈ ക്വചിത് മൃഗ ഖഗൈഹയാ. ശ്ലോകം 15. ക്വചിത് ദുർധര പ്ലാവൈർ വിവിധൈർ ഉപഹാസകൈഃ കഥാചിത് സ്പന്ദോളികയാ കർഹിചിത് നൃപചേഷ്ടയാ ക്വചിത് ച ദുർദുര പ്ലാവൈഃ വിവിധൈഃ ഉപഹാസകൈഃ കഥാചിത് സ്പന്ദോളികയാ കർഹിചിത് നൃപചേഷ്ടയാ. ക്വചിത് ചിലപ്പോൾ
ദുർധര പ്ലാവൈഹി തവളച്ചാട്ടങ്ങളെ കൊണ്ടും വിവിധൈഹി ബഹുവിധങ്ങളായ ഉപഹാസൈഹി നേരം പോക്കുകൾ കൊണ്ടും കഥാചിത് ഒരിക്കൽ സ്പന്ദോളികയ ഊഞ്ഞാലാട്ടം കൊണ്ടും ക്വചിത് മറ്റൊരിക്കൽ നൃപചേഷ്ടയ രാജ വ്യാപാരം കൊണ്ട്, അതായത് രാജാവ് കള്ളന്മാരെയൊക്കെ ശിക്ഷിക്കുന്നതായിട്ടുള്ള കളികൾ, രാജപ്രവൃത്തി. അപ്പോൾ തവളച്ചാട്ടം, പിന്നെ ചിരിപ്പിക്കുക തക്ക വിധത്തിലുള്ള പലവിധ വേഷങ്ങൾ, ഊഞ്ഞാലാട്ടം, രാജാവും മന്ത്രിയും മറ്റുമായി ഇരുന്ന് കള്ളന്മാരെ ശിക്ഷിക്കുക മുതലായ രാജപ്രവൃത്തി, ഇങ്ങനെയുള്ള കളികൾ കൊണ്ട് അവർ സന്തോഷിച്ചു. ക്വചിത്ത ദുർധര പ്ലാവയേർ, ദുർധരം എന്ന് വെച്ചാൽ തവളയാണ്, ദുർധര പ്ലാവ് എന്നിട്ട് തവളച്ചാട്ടം. വിവിധൈർ ഉപഹാസകൈഹി കഥാചി സ്പന്ദോളികയാം, സ്പന്ദോളിക ഊഞ്ഞാലാട്ടം. കർഹിജിത് നൃപചേഷ്ടയാം. ശ്ലോകം 16. ഏവം തൗ ലോകസിദ്ധാഭി ക്രീഡാഭി ചേരദുർവനെ നദ്യദ്രിദ്രോണി കുഞ്ചേഷു കാനനേഷു സരസ്സുജാം. ഏവം തൗ ലോക സിദ്ധാദിഭിഃ ക്രീഡാഭിഃ ചേരദുഹു വനെ നദ്യ അദ്രി ദ്രോണി കുഞ്ചേഷു കാനനേഷു സരസ്സു ച. ഏവം ഇപ്രകാരം തൗ അവർ രണ്ടുപേർ നദ്യ അദ്രി ദ്രോണി കുഞ്ചകേഷു, നദ്യ എന്ന് വെച്ചാൽ നദി, അദ്രി മലകള്, ദ്രോണി എന്ന് വെച്ചാൽ മലയടിവാരം, മലകൾക്ക് രണ്ട് മലകൾക്ക് ഇടയിലുള്ള സ്ഥലം, കുഞ്ചേഷു എന്ന് വെച്ചാൽ പള്ളിക്കുടില് മുതലായവയിലും, കാനനേഷു കാടുകളിലും, സരസു തടാകങ്ങളിലും, ലോകസിദ്ധാഭിഹി ലോകത്തിൽ നടപ്പുള്ള ക്രീഡാഭി കളികളോടുകൂടി വനെ കാട്ടിൽ ചേരതുഹു സഞ്ചരിച്ചു. അപ്പോൾ അങ്ങനെ രാമകൃഷ്ണന്മാർ പുഴ, മല, മലയടിവാരം, തടാകം മുതലായ സ്ഥലങ്ങളിൽ ബഹുവിധ വിനോദങ്ങൾ, കളികൾ അനുഷ്ഠിച്ചുകൊണ്ട് കാട്ടിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. അവരുടെ ആ ബാലലീലകളാണ് ഇതിൽ വർണ്ണിച്ചിരിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ പ്രലംബാസുര വധം നമുക്ക് പഠിക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം തത്സത്, ഹരി ഓം തത്സത്, ഹരി ഓം തത്സത്.